വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഓർമ്മിക്കുക, ഈശോയുടെ മരണത്തെയും വേർപാടിനെയും അഭിമുഖീകരിക്കുന്ന ശിഷ്യന്മാർ കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്നതായി ഈശോ ചിത്രീകരിക്കുന്നു. അവരുടെ വേദനയുടെ ആഴം മനസ്സിലാക്കിയ ഈശോ സ്ത്രീയുടെ പ്രസവ വേദനയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈശോയുടെ മരണത്തിലൂടെയുള്ള വേർപാടിൽ ശിഷ്യർ ദുഃഖിതരായെങ്കിൽ ഉത്ഥാനത്തിലൂടെയുള്ള അവിടുത്തെ തിരിച്ചുവരവിൽ അവർക്ക് ശാശ്വതമായ സന്തോഷമുണ്ടാകും. ഈശോയിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരിലും ജീവിക്കുന്നവനായി ഈശോ രൂപപ്പെടണമെങ്കിൽ നാം പാപത്തിന് മരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാകണം. നമ്മുടെ മാമോദീസാനുഭവം അപ്രകാരമൊരു മരണോത്ഥാന അനുഭവത്തിലൂടെ നാം ഈശോയോട് ഐക്യപ്പെടുന്ന അനുഭവമാണ്. ഈ അനുഭവം ഓരോ കുർബാനയിലൂടെയും നവീകരിച്ച് ഉത്തിതനായ മിശിഹായോടുകൂടി കൂടുതൽ കൂടുതൽ ജീവിക്കുന്നവരായി മാറുമ്പോൾ ഉത്തിതനായ മിശിഹായുടെ സാന്നിധ്യത്തിലും സഹവാസത്തിലും നിന്നുളവാകുന്ന സന്തോഷത്തിൽ വളരുവാനും നമുക്ക് കഴിയും. പാപത്തിന് മരിക്കുന്ന വേദന അനുഭവിച്ചാലേ മിശിഹായിൽ നവീകരിക്കപ്പെട്ട് ജീവിക്കുന്നതിന്റെ സന്തോഷം നമുക്ക് അനുഭവവേദ്യമാകുകയുള്ളൂ. കുർബാന അനുഭവത്തിലൂടെ മിശിഹായുടെ മരണോത്ഥാനത്തിൽ പങ്കുചേർന്ന് മിശിഹായിൽ നവീകരിക്കപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. ഈ വലിയ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം പൂർണ്ണമായും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.